നമസ്കാരം. നമ്മൾ ഇന്ന് കാണിക്കുന്നത് 500 വർഷത്തിലേറെ ചരിത്ര പ്രാധാന്യമുള്ള അറബിക്കടലിന്റെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു കൂറ്റൻ കോട്ടയാണ്. ഇതാണ് നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം കണ്ണൂർ കോട്ട. പോർച്ചുഗീസുകാരും ഡച്ചുകാരും അറക്കൽ രാജവംശവും ബ്രിട്ടീഷുകാരും മാറി മാറി ഭരിച്ച സെന്റ് ആഞ്ചലോസ് കോട്ടയുടെ ഉള്ളിലെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഏവർക്കും സ്വാഗതം. കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്നത് സെന്റ് ആഞ്ചലോ ഫോർട്ടാണ്. കണ്ണൂരിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെ അറബിക്കടലിന്റെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1505 ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഈ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. കോട്ട നിർമ്മിച്ച് 2 വർഷത്തിനുള്ളിൽ 1507 കോലത്തിരി രാജാവിന്റെ സൈന്യവും കോഴിക്കോട് സാമൂതിരിയുടെ സൈന്യവും ചേർന്ന് ഈ കോട്ട ഉപരോധിച്ചു. പോർച്ചുഗീസ് പടയാളി ആൽവേരോ ഫെരേരയുടെ നേതൃത്വത്തിൽ ഉള്ളിലുണ്ടായിരുന്ന പടയാളികൾക്ക് ഭക്ഷണവും വെള്ളവും തീർന്ന് പട്ടിണിയായി. അപ്പോൾ അപ്രതീക്ഷിതമായി കടലിൽ നിന്ന് ഒരു വലിയ തിമിംഗലം തീരത്തേക്ക് അടിച്ചു കയറുകയും അതുകൊണ്ട് പോർച്ചുഗീസുകാർ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് പോർച്ചുഗീസ് രേഖകളിൽ പറയുന്നത്. കോട്ടയ്ക്കുള്ളിൽ വെളിച്ചം കടക്കാത്ത ഭൂഗർഭ തടവറകൾ ഉണ്ടായിരുന്നു. പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന അൽഫോൻസോ ഡി ആൽബുക്കർക്ക് തന്റെ മുന്നോടിയായ ഫ്രാൻസിസ്കോ ഡി അൽമേഡയുമായി തെറ്റിപ്പിരിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഏതാനും മാസങ്ങൾ കോട്ടയിലെ തടവറയിലാണ് പാർപ്പിച്ചത്. 1764 ഡച്ചുകാരുടെ കൈവശമായിരുന്നപ്പോൾ കോട്ടയിലെ വെടിമരുന്ന് ശേഖരത്തിന് തീപിടിച്ച് ഒരു വലിയ സ്ഫോടനമുണ്ടായി. കോട്ടയുടെ ഒരു വലിയ ഭാഗവും അതിനുള്ളിലെ കെട്ടിടങ്ങളും അന്ന് തകർന്നുപോയി. പിന്നീട് ഡച്ചുകാർ ഇതിന്റെ വലിപ്പം കുറച്ച് വീണ്ടും പുനർനിർമ്മിക്കുകയായിരുന്നു. പോർച്ചുഗലിലെ ഏറ്റവും പ്രശസ്തനായ ദേശീയ കവി ലൂയിസ് ഡി കാമോസ് പോർച്ചുഗീസ് സൈനികനായി സേവനമനുഷ്ഠിച്ചപ്പോൾ കുറച്ചുകാലം ഈ കോട്ടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. 500 വർഷം കഴിഞ്ഞിട്ടും ഉപ്പുകാറ്റും മഴയും ഏറ്റിട്ടും ഈ ചുവന്ന വെട്ടുകല്ലുകൾ തകരാതെ നിൽക്കുന്നത് പ്രാദേശികമായി കിട്ടുന്ന സിമന്റോ രാസവസ്തുക്കളോ ഇല്ലാതെ കോഴിമുട്ടയുടെ വെള്ളയും ശർക്കരയും മറ്റും ചേർത്തുള്ള പഴയ കൂട്ടുകൾ ഉപയോഗിച്ചാണെന്ന് പറയപ്പെടുന്നു. കോട്ട സന്ദർശിക്കുന്നവർ തുരങ്കം എന്ന് കരുതുന്ന ചില പാതകൾ യഥാർത്ഥത്തിൽ ശത്രുക്കൾ കോട്ട വളയുമ്പോൾ അടിയന്തരമായി പുറത്തു കടക്കാനും കടലിൽ കാത്തുകിടക്കുന്ന കപ്പലുകളിലേക്ക് എത്തുന്നതിനുമായി നിർമ്മിച്ച ചെറിയ ഭൂഗർഭ വഴികളാണ്. ഇവ കുറഞ്ഞ ദൂരത്തേക്ക് മാത്രം തുറക്കുന്നവയാണ്. കണ്ണൂർ കോട്ട കാണാൻ എത്തുന്ന മിക്കവരും ചോദിക്കുന്ന ഒന്നാണ്, ഇവിടെ നിന്ന് 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് ഒരു രഹസ്യ തുരങ്കം ഉണ്ടോ എന്ന്. പ്രാദേശികവാസികൾക്കിടയിലും സഞ്ചാരികൾക്കിടയിലും ഈ കഥ വളരെ പ്രശസ്തമാണ്. എന്നാൽ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ സൈന്യത്തിന് കടലിലേക്ക് രക്ഷപ്പെടാൻ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും നിർമ്മിച്ച ചെറിയ ഭൂഗർഭ പാതകളാണ് പിന്നീട് ഇത്രയും വലിയൊരു കഥയായി മാറിയത്. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കോട്ട പിടിച്ചെടുത്തു. ഡച്ചുകാർ കോട്ട നവീകരിക്കുകയും അറക്കൽ രാജവംശത്തിന് വിൽക്കുകയും ചെയ്തു. 1790 ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുക്കുകയും മലബാറിലെ തങ്ങളുടെ പ്രധാന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിന് കീഴിലാണ് ഈ കോട്ട. അറബിക്കടലിന്റെ മനോഹരമായ ദൃശ്യം ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നതാണ്. കടൽ എത്ര കണ്ടാലും മടുക്കാത്ത ഒന്നാണല്ലോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കടൽ കാണാം, നന്നായി സൗന്ദര്യം ആസ്വദിക്കാനും പറ്റും. ഇക്കാണുന്നതാണ് കുതിരാലയം എന്നറിയപ്പെടുന്നത്. പണ്ടുകാലത്ത് കുതിരകളെ പാർപ്പിച്ചിരുന്ന സ്ഥലമായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. ചെങ്കല്ലിൽ നിർമ്മിച്ച വലിയ മതിലുകളും ചുറ്റുമുള്ള കിടങ്ങും കോട്ടയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. കോട്ടമതിലിൽ ഉറപ്പിച്ചിരിക്കുന്ന പഴയ പീരങ്കികളും കടലിലേക്ക് തുറക്കുന്ന പ്രത്യേക വ്യൂ പോയിന്റുകളും സഞ്ചാരികളെ ഇവിടെ ആകർഷിക്കുന്നു. ഈ കോട്ടയിൽ വെച്ച് നിരവധി സിനിമകളും ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ സീനിലാണ് ഓ സൈനബ അഴകുള്ള സൈനബ എന്ന മലയാളത്തിലെ അമൃതം എന്ന സിനിമയിലെ പാട്ട് രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. കോട്ട കാണാൻ ഒത്തിരി ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേരുന്നത്.
അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ കോട്ടയ്ക്കുള്ളിലെ കിണറുകളിൽ ഉപ്പുവെള്ളം വരാൻ സാധ്യത കൂടുതലായിരുന്നു. ഇത് പരിഹരിക്കാൻ 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോട്ടയുടെ കൂറ്റൻ വെട്ടുകല്ല് മേൽക്കൂരകളിൽ നിന്ന് മഴവെള്ളം ശേഖരിച്ച് സ്വാഭാവിക ഫിൽട്ടറുകൾ വഴി താഴത്തെ വറ്റാത്ത ശുദ്ധജല സംഭരണിയിലേക്ക് എത്തിക്കുന്ന മികച്ച സംവിധാനം പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടാക്കിയിരുന്നു. മാപ്പിള ബേ തുറമുഖത്തെ തിരമാലകളിൽ നിന്ന് സംരക്ഷിക്കാൻ കോട്ടയിൽ നിന്ന് കടലിലേക്ക് നീളുന്ന രീതിയിലാണ് ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചിരിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ കാലം തൊട്ടേ കപ്പലുകൾ സുരക്ഷിതമായി അടുപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്വാഭാവിക തുറമുഖമായിരുന്നു മാപ്പിള ബേ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.